സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ പറ്റും. അതിനായി ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ. ഇതിനു മുൻപ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ട ശേഷം ഇങ്ങോട്ട് വരും. ബഫറ്റിന്റെ പ്രശസ്തമായൊരു കോട്ടുണ്ട്, അറിയുന്നതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവൂ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ പണം മുടക്കരുത്. ഇതപ്പോ അത്ര വലിയ കോട്ട്. ഇതിപ്പോ ബഫറ്റ് പറഞ്ഞിട്ട് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കാം. കാരണം ഏതൊരു ബിസിനസ്സും അങ്ങനെയാണ്, അറിയാത്തതിൽ കൊണ്ടുപോയി പണം ഇട്ടാ പണം പോകും. ബഫറ്റ് ഇവിടെ പറയുന്നൊരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സ് ഒക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, നിങ്ങൾ അതിലൊന്ന് പിക്ക് ചെയ്തു, ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒന്ന് വാങ്ങിയെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. ധാരണ ഇല്ലാത്തതിനെ വാങ്ങരുത്. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് അഭിപ്രായം പറയും, അത് വാങ്ങിക്കോ, ഇത് വാങ്ങിക്കോ, ഇങ്ങനെയൊന്നും. അത് കേട്ട് നമ്മൾ വാങ്ങരുത്. അതിനെക്കുറിച്ച് ധാരണയുള്ളത് മാത്രം വാങ്ങണം. സോ ബഫറ്റ് പറഞ്ഞ തിയറി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വാങ്ങുന്നെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്കായ ITC കുറിച്ച് പറയാം. ഇന്ന് ഞാൻ ITC കുറിച്ച് പറയുന്നു. ഇനി വരുന്ന ഇടയ്ക്കിടെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ഒന്നിച്ച് വീഡിയോസ് ഇടുന്നില്ല, ഇടയ്ക്ക് മറ്റു വീഡിയോസ് ഒക്കെ വരും. അതിന് ഇടയ്ക്കിടെ വീഡിയോസിൽ ഒക്കെ ഫോളോ ചെയ്യുക. സോ ഇങ്ങനെ ഇടയ്ക്കിടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് ആയ സ്റ്റോക്സിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം വാങ്ങണോ വേണ്ടേ എന്നൊക്കെ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ അഡ്വൈസർ അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ITC എന്നുള്ളൊരു കമ്പനി ആരംഭിച്ചത് 1910-ലാണ്. അന്ന് അതിൻ്റെ പേര് ഇമ്പീരിയൽ ടൊബാക്കോ ലിമിറ്റഡ് എന്നായിരുന്നു. അത് പിന്നീട് 70 കാലഘട്ടങ്ങളിൽ ഇന്ത്യ ടുബാക്കോ കമ്പനി എന്നുള്ള രീതിയിലേക്ക് മാറി. 74 ITC എന്നുള്ള പേരിൽ മാറി. 74-75 കാലഘട്ടങ്ങളിൽ ITC ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലോട്ട് ചൂടെടുത്ത് വെക്കുകയാണ്. അതാണ് ചോള ITC എന്നൊക്കെ പറഞ്ഞ് ലക്ഷറി ഹോട്ടൽസിന്റെ ഒരു ശൃംഖല. അവിടെ നിന്ന് ITC പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 80% സിഗരറ്റ്സ് പ്രോഡക്ട്സും ഇന്ന് ITCയുടെയാണ്. ഒരാളിങ്ങനെ സ്മോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇത് ITCയുടേതാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ 20%, 30%, 50% അല്ല, മൊത്തത്തിന്റെ 80%വും ITCയുടേതാണ്. ഇതേക്കുമ്പോൾ നമുക്ക് കുറച്ച് മോശമൊക്കെ ആയിട്ട് തോന്നും. എന്നാൽ മറുവശത്ത് ആശീർവാദ്, ഇപ്പി, ബി നാച്ചുറൽസ്, അങ്ങനെ കുറെ ബ്രാൻഡ്സ് വേറെയുണ്ട്. ഇതിനൊക്കെ റോ മെറ്റീരിയൽസ് വേണം. അതിനായിട്ട് 10 സ്റ്റേറ്റ്സിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം കർഷകരുമായിട്ട് ITC കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. കർഷകരുടെ കഥ പണ്ട് കുറച്ച് ദുരിതം തന്നെയായിരുന്നു. കാരണം കർഷകരെ സംബന്ധിച്ച് കർഷകരെ ഈ പ്രൊഡക്ട്സ് നേരിട്ട് ITCക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇടയിൽ മണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. കർഷകർ എന്ത് കാണിക്കും, കടമൊക്കെ വാങ്ങി, അന്ന് സോയയായിരുന്നു, കൃഷിയൊക്കെ ചെയ്ത് മധ്യപ്രദേശിൽ കൃഷിയൊക്കെ ചെയ്ത് മണ്ടിയിലേക്ക് കിലോമീറ്ററോളം സഞ്ചരിച്ച് പ്രൊഡക്ട്സ് കൊടുക്കും. അവിടെ നിന്ന് നല്ല വിലയ്ക്ക്, റീസണബിൾ വിലയ്ക്ക് ITC വാങ്ങും. പക്ഷെ കർഷകർക്കൊരു നല്ല പ്രൈസോ റീസണബിൾ പ്രൈസ് കിട്ടിയിരുന്നില്ല. കുറെ കർഷകർ കടത്തില് ബുദ്ധിമുട്ടി, കുറെ കർഷകർ പരിപാടി നിർത്തിപ്പോയി. എന്നാൽ ITCക്ക് ഒരുപാട് ഡിമാൻഡും വന്നു ഈ പ്രൊഡക്ട്സിനൊക്കെ. അങ്ങനെ ITC ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. അതിന്റെ പേരാണ് ഈ ചൗബ എന്ന് പറഞ്ഞു. ആ പ്രോഗ്രാം പ്രകാരം കർഷകരിൽ നിന്നും ITC നേരിട്ട് ഈ റോ മെറ്റീരിയൽസ് വാങ്ങും. അതിനാദ്യം ITC ചെയ്തത് 10 സ്റ്റേറ്റിലെ കർഷകർക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കണക്ഷനും കമ്പ്യൂട്ടറൊക്കെ കൊടുത്തു. അതിന്റെ ഒറിജിനൽ വില എന്താണെന്ന് അവർക്ക് അറിയുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി. കാലാവസ്ഥ മാറ്റങ്ങൾ, അങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരു കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ എന്തൊക്കെ പറ്റും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതികളും ഒരു സ്ട്രക്ചർ ITC അവിടെ ബിൽഡ് ചെയ്ത് കൊടുത്തു. കർഷകരെ സംബന്ധിച്ച് നേരിട്ട് പ്രൊഡക്ട്സ് ITCക്ക് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞ പട്ടിണിയിലും ചൂഷണത്തിലൊക്കെ ബുദ്ധിമുട്ടി മണ്ടി എന്ന് പറഞ്ഞ സിസ്റ്റം, വേണ്ട ഒരു റീസണബിൾ പ്രൈസ് ഒന്നും അവർക്ക് കൊടുത്തിരുന്നില്ല കർഷകർക്ക്. ഇങ്ങനെയുള്ളതൊക്കെ ITC ഒഴിവാക്കിയിട്ട് ITC നേരിട്ട് ഈ 40 ലക്ഷം കർഷകരിലേക്ക് എത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അതാണ് ഇന്ന് ആശീർവാദ്, ഇപ്പി, ബി നാച്ചുറൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ ITCയുടെ കയ്യിലാണ്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ITC പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുള്ള പെട്ടിക്കടയിലും അവൈലബിൾ ആവും. അതിനുള്ള ഒരു കപ്പാസിറ്റി ITCയുടെ കയ്യിലുണ്ട്. ITCയുടെ FMCG ബ്രാൻഡ്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ബിങ്കോ, ഇപ്പി നൂഡിൽസ്, ബി നാച്ചുറൽസ്, ITC മാസ്റ്റർ ഷെഫ്, റെഡി ടു ഈറ്റ് മീൽസ്, ഫാബൽ ലക്ഷറി ചോക്ലേറ്റ്സ്, സൺബീൻ ഓയിൽസ്, ഫിയാമ, വിവൽ, സാവലോൺ, എൻഗേജ് ഡിയോഡ്രന്റ്, ക്ലാസ്മേറ്റ്സ് പേപ്പർഗ്രാഫ് നോട്ട്ബുക്സ്, മംഗൾദീപ് അഗർബത്തീസ്, AIM എന്നുള്ള മാച്ച് ബോക്സ്. ITC എന്നുള്ള കമ്പനിക്ക് എത്ര കടം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കടം 0 ആണ്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അതിന് കടമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അഥവാ കടമുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സ്റ്റോക്കിന് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ITCയുടെ P/B റേഷ്യോ 30 ആണ്. P/B റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മൊത്തം ലാഭത്തെ അതിന് നമ്പർ ഓഫ് സ്റ്റോക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പങ്കിന് എത്രയാണോ ലാഭം അതാണ് P/B റേഷ്യോ. നിഫ്റ്റി 50, നിഫ്റ്റിയുടെ P/B റേഷ്യോ എന്ന് പറയുന്നത് 20 സംതിങ് ആണ്. അപ്പോഴാണ് ITCയുടെ P/B റേഷ്യോ 30, 28, 30 ആ റേഞ്ചിൽ നിൽക്കുന്നത്. P/B റേഷ്യോ ഏതാണ്ട് ഒരു 20ന് മുകളിലോട്ട് വന്നാൽ നല്ല കമ്പനി നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ഒരു ITCയെ കുറിച്ച് ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഇതുപോലുള്ള എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സിനെ കുറിച്ചൊക്കെ ഇനി വരുന്ന ഇടവിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാം.
അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റോക്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ശേഷം നിങ്ങൾക്ക് വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ബഫറ്റ് പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ഔട്ട്ലൈൻ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ റിസർച്ച് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങി. ഇതൊരു ലേണിംഗ് ആണ്, ഇതൊരു കപ്പാസിറ്റി ആണ്. സോ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എസെൻഷ്യൽ സ്കില്ലാണ്, ഏതൊരാളും പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. ഇറ്റ്സ് മീ MK ജയദേവ്.